ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിറ്റിങ്ങിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ഡിഫറൻസുകളായിരുന്നു. ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സുകളെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം എന്താണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്നുള്ളത് നോക്കാം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മീൻസ് ദ മെഷർമെൻറ്റ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് performed by an auditor. The authorities accept their standard as the criterion to judge the work of an auditor. The standards denote the set of principles, models, or rules formulated by customers, common consent or the authority. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റിങ് വർക്ക് ചെയ്യുന്ന ഓഡിറ്റർ അദ്ദേഹം പാലിക്കേണ്ട സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ പ്രിൻസിപ്പിൾസ് ഇതിനെല്ലാം പറയുന്ന പേരാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ഒരു ഓഡിറ്റർ വർക്ക് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ഓഡിറ്റർ ചെയ്യുന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് അതോറിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റീസ്. അതിലൊന്നാണ് ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ. വേറൊന്നാണ് ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് AICPA. ഇതുപോലത്തെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. അതുപോലെ SAPI ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഓഫ് ഓഡിറ്റോ. SAPS, സ്റ്റാൻഡേർഡ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ്. അതുപോലത്തെ ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. ഇവരാണ് സെർട്ടൈൻ സ്റ്റാൻഡേർഡ്സ് മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിലാണ് അത് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് ഫോം ചെയ്തിട്ടുള്ളത് ഓഡിറ്റ് അതോറിറ്റീസ് ആണ്. അതിന് എക്സാമ്പിളാണ് AICPA എന്ന് പറഞ്ഞിട്ടുള്ള അതോറിറ്റീസ്. ഇത് സ്റ്റാൻഡേർഡ്സ് മേക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഓഡിറ്റിങ്ങിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് മെഷർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. ഒരു ഓഡിറ്റർക്ക് കോമൺ ആയിട്ടുണ്ടായിരിക്കേണ്ട, അതായത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ ഡെപ്തിലും നമ്മൾ പറയുന്നുണ്ട് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് വരുന്ന സെക്ഷനുകളായിട്ട്. ഇത് നമ്മൾ കോമൺ ആയിട്ട് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. ആദ്യമായിട്ട് 3 കാറ്റഗറിയിലാണ് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റേഴ്സ്. ഓഡിറ്റേഴ്സിന് ഉണ്ടായിരിക്കേണ്ട പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതും. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് ഓഫ് വർക്കിൽ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് ആണ് ഫീൽഡ് ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫീൽഡിൽ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളതും. മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. ഓഡിറ്റർ ഓഡിറ്റിംഗ് കഴിഞ്ഞതിൻ്റെ ശേഷം ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ പ്രിപ്പയർ ചെയ്യുന്നിടത്ത് എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് ഓഡിറ്റർ മേക്ക് ചെയ്യേണ്ടത്. ഈ 3 കാറ്റഗറി ആയിട്ടാണ് ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ തിരിച്ചിട്ടുള്ളത്. ഒന്നാമത് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് ഓഫ് വർക്ക്, സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റേഴ്സ്. ഒരു ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ്. പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റേഴ്സ് റെഫേഴ്സ് to the personal qualifications and attributes of an auditor is discharging the duty as an auditor. ഒരു ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട പേഴ്സണൽ ക്വാളിഫിക്കേഷൻസും അതേപോലെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളുമാണ് സത്യത്തിൽ പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ 3 വരുന്നുണ്ട്. ഒന്നാമത്തത് ടെക്നിക്കൽ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷൻസി ആസ് ഓഡിറ്റർ. ടെക്നിക്കൽ ട്രെയിനിങ് എന്തിനാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് അത്യാവശ്യം ഓഡിറ്റിങ്ങിനെ പറ്റിയുള്ള എഡ്യൂക്കേഷൻ വേണം. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സുകളെ പറ്റി അറിഞ്ഞിരിക്കണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ഓഡിറ്റർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓഡിറ്റർ എന്തായിരിക്കണം, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ അയാൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ദ ഒബ്ജക്ട്സ് ഓഫ് ദിസ് സ്റ്റാൻഡേർഡ് ഈസ് ദാറ്റ് ഓൺലി എ കോമ്പിറ്റൻറ്റ് ഓഡിറ്റർ ക്യാൻ മേക്ക് ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ് ഓൺ വേരിയസ് മാറ്റേഴ്സ് കൺസേൺ ദ ഓഡിറ്റ്. ഓഡിറ്റിന് വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള വ്യക്തമായിട്ടുള്ള നോളജ് ഇയാൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് നല്ലൊരു ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ടെക്നിക്കൽ ട്രെയിനിങ്ങും അതേപോലെ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട പേഴ്സണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഇൻ മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, സ്വന്തമായിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. The standards recognize that the auditor should maintain an independent mental attitude in all the matters related to audit. The auditor, before expressing his opinion on financial statement, has to satisfy himself that his opinion would be independent, objective and unbiased in all the matters related to this assignment. അതായത് ഓഡിറ്റർക്ക് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ഓഡിറ്റർക്ക് അയാളെ ഒപ്പീനിയൻസ് സജസ്റ്റ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ അയാൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് അദ്ദേഹം വിലയിരുത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇൻഡിവിജ്വലായിട്ട് തിങ്ക് ചെയ്തിട്ട് മറ്റൊരു ബാഹ്യമായിട്ടുള്ള ശക്തികളും ഉള്ള അതായത് ഇപ്പോൾ കൈക്കൂലിയൊന്നും വാങ്ങാതെ അയാളെ സ്വന്തം ഇഷ്ടത്തിന് ഒരു സൈഡിലും തൂക്കം നിൽക്കാതെ അൺബയാസ്ഡായിട്ട് അദ്ദേഹം ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ആ ആറ്റിറ്റ്യൂഡിനെ പറഞ്ഞ പേരാണ് ഇൻഡിപെൻഡൻറ്റ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. സ്വന്തമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് നല്ല അഭിപ്രായത്തിൽ അയാൾക്കത് എഴുതാൻ കഴിഞ്ഞിരിക്കണം. മൂന്നാമത് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട പ്രൊഫഷണൽ ക്വാളിറ്റിയാണ് ഡ്യൂ പ്രൊഫഷണൽ കെയർ. ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എവിഡൻസ് അതേപോലെ ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് ഓഡിറ്റിൻ്റെ. അതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് എ പ്രൊഫഷണൽ വേയിൽ മാത്രമാണ് ഓഡിറ്റർ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. ഇത്രയാണ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റർ. ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട 3 പേഴ്സണൽ സ്റ്റാൻഡേർഡ്സാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് പേഴ്സണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടിയിരിക്കണം. രണ്ടാമത് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഡ്യൂ പ്രൊഫഷണൽ കെയർ ഉണ്ടായിരിക്കണം ഓഡിറ്റ് ചെയ്യുന്നതിൽ. ഇനി നമ്മൾ രണ്ടാമത്തെ ജനറൽ ഓഡിറ്റ് പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ്. ഒന്നാമത് പറഞ്ഞത് പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നാണ്, പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റർ. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് ഓഫ് വർക്ക്. അദ്ദേഹം ചെയ്യുന്ന ഓഡിറ്റ് പ്രോസസ്സിൽ അദ്ദേഹം ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The field standards frame the guidelines for collecting the actual evidence to conduct audit. ഓഡിറ്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള ആക്ച്വൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ഫീൽഡിൽ നിന്നാണ്. ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഒരു കമ്പനീൻ്റെ ഡാറ്റാസ് അത് അവിടെ പോയിട്ട് കളക്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്. ദിസ് ഏരിയ ഈസ് കോൾഡ് ആക്ച്വൽ എവിഡൻസ് ഗ്യാതറിംഗ് സെഗ്മെൻറ്റ്സ് ഓഫ് ഓഡിറ്റ്. അതിന് അദ്ദേഹം പാലിക്കേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സാണ് ഒന്നാമത്തത് പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. ഓഡിറ്റ് വർക്ക് ഒരു ഓഡിറ്റർക്ക് വലിയൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒന്നിച്ചിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അസിസ്റ്റൻറ്റിനെ അവിടെ നിയമിക്കും. അസിസ്റ്റൻസിനെ നിയമിച്ചിട്ട് ആ ഓഡിറ്റർ വ്യക്തമായ പ്ലാനിങ് നടത്തും. ഈ ഓഡിറ്റിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എത്ര അസിസ്റ്റേഴ്സ് വേണം, അസിസ്റ്റ് ചെയ്യാൻ എത്ര ആൾക്കാർ വേണം, ഓരോരുത്തരുടെ വർക്കും കാര്യങ്ങളും എല്ലാം അയാൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ അസിസ്റ്റൻ്റുമാർ അവരെ വർക്കിംഗ് പേപ്പർ ഉണ്ടാവും. വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റ് അസിസ്റ്റൻറ്റിന് ഓരോ ദിവസം ചെയ്യേണ്ട വർക്കുകൾ ആണ് വർക്കിംഗ് പേപ്പേഴ്സിനുണ്ടാവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ അയാൾ ചെയ്ത വർക്കുകളെ കയ്യിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓഡിറ്റ് സ്റ്റാഫ് ചെയ്യുന്ന ഓരോ ദിവസത്തെ വർക്ക് അവർ മെൻഷൻ ചെയ്ത് വെക്കുന്ന ബുക്കാണ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വ്യക്തമായിട്ട് അത് നോക്കും, സൂപ്പർവൈസ് ചെയ്യും. ഈ സ്റ്റാഫുകളെ കംപ്ലീറ്റ് അദ്ദേഹം മാനേജ് ചെയ്യും. അതാണ് അദ്ദേഹത്തിന് ഫീൽഡിൽ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആൻഡ് സൂപ്പർവിഷൻ. രണ്ടാമത് അദ്ദേഹം ചെയ്യേണ്ടത് ഇവാലുവേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. നമ്മളെ കമ്പനീൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാവും. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് നമ്മളെ കമ്പനീൻ്റെ സ്റ്റാഫുകളാണ് ഇവർ. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനീൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത്
നമ്മളെ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള കമ്പനീൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന അവിടുത്തെ അക്കൗണ്ടന്മാർ, ഇവരാണ് സത്യത്തിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ. അവരാണ് എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ഓവർ കോസ്റ്റുകളൊക്കെ ഒഴിവാക്കുക, അതായത് അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റൊക്കെ ഒഴിവാക്കി നമ്മളെ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ കമ്പനി മുന്നോട്ട് പോകാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്ന നമ്മളെ കമ്പനിയിലെ സ്റ്റാഫ്, അതാണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ്സ് എത്രത്തോളം നമ്മളെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ് അദ്ദേഹം വെരിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ വെരിഫൈ ചെയ്യുന്നത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എൻ്റയർ ഓർഗനൈസേഷനിൽ അത് ബാധിക്കും. അത് നമ്മളെ ഇവർ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഡെയിലി ക്യാഷുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അങ്ങോട്ട്, അതായത് യഥാർത്ഥ പുസ്തകത്തിലേക്ക് എഴുതൽ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇൻറ്റേർണൽ സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റം എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം രണ്ടാമത് ഫീൽഡിൽ നോക്കേണ്ട സ്റ്റാൻഡേർഡ്. മൂന്നാമത് അദ്ദേഹം നോക്കേണ്ടത് സഫിഷ്യൻറ്റ് കോമ്പീറ്റൻറ്റ് എവിഡൻസ്. അദ്ദേഹത്തിന് ഓഡിറ്റിങ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ വേണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു പർച്ചേസ് ഓഫ് ബില്ല്, ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ഓഫ് അസറ്റ് ഉണ്ട്. ആ അസറ്റ് നമ്മൾ പുസ്തകത്തിൽ നമ്മളെ ഏതെങ്കിലും എൻട്രി എവിടെയാണോ രേഖപ്പെടുത്തേണ്ടത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻ്റ് ആണ് സത്യത്തിൽ ആ പർച്ചേസ് ചെയ്തപ്പോൾ അയാൾക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുള്ള റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ റെസിപ്റ്റ് ഓഡിറ്റർ കളക്ട് ചെയ്യണം, അത് സൂക്ഷിച്ചു വെക്കണം. അത് പ്രകാരമുള്ള സെയിം എമൗണ്ട് ആണോ ഇവിടെ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുകയാണ് സത്യത്തിൽ ഓഡിറ്റർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ എവിഡൻസുകൾ കറക്റ്റായിട്ട് അദ്ദേഹം എടുത്തിരിക്കണം. ഇതാണ് ഫീൽഡ് ഓഫ് വർക്കിൽ അദ്ദേഹം പാലിക്കേണ്ട സ്റ്റാൻഡേർഡ്സ്, ജനറൽ സ്റ്റാൻഡേർഡ്സ്. ഇനി ഓരോ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജനറലാണ്. മൂന്നാമത് ഓഡിറ്റർ പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. ഓഡിറ്റർ ഓഡിറ്റിംഗ് ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹം ലാസ്റ്റ് വർക്കാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ബേസിലാണ് ഈ കമ്പനിയിൽ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, യഥാർത്ഥ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മളെ ബാലൻസ് ഷീറ്റിലും കാര്യങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് കമ്പനി ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ചതിന് ശേഷം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഡാറ്റാസ് കറക്റ്റാണ്, അതൊക്കെ ട്രൂ ആണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഓഡിറ്റിങ് നടത്തുന്നത്. എന്നാലേ നമ്മളെ കമ്പനിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരുപാട് പർപ്പസ് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റിങ്ങിന്. ഒന്നെങ്കിൽ ഒരു പുതിയ ഇൻവെസ്റ്റർ വരാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ആവാം, ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ നമ്മളെ കമ്പനിക്ക് മണി ലോണായിട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തും. അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ പർപ്പസിനൊക്കെ വ്യക്തമായിട്ട് ആകെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് അദ്ദേഹം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും എല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അത് എത്രത്തോളം വ്യക്തമായിട്ടുണ്ട് നോക്കണം. അതേപോലെ അക്കൗണ്ടിങ്ങിൻ്റെ അപ്ലിക്കേഷൻ പ്രകാരമാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അപ്ലിക്കേഷൻ പ്രകാരമാണ് എല്ലാ ഡാറ്റാസും പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് ഡെബിറ്റ് ചെയ്യേണ്ട സാധനം ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊന്നുമില്ല, ആസ് പെർ ലോ പ്രകാരമാണ് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം. പിന്നെ അതിൻ്റെ ശേഷം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അദ്ദേഹം ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതണം. എന്തൊക്കെയാണ് എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മെൻഷൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ അതിന് പുറമെ ലാസ്റ്റ് അദ്ദേഹം എഴുതുന്നത് എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻസ്. ഇത് കമ്പൽസറി അല്ല. ഓഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ ഒരു ഓപ്ഷനാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കമ്പനീനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയന് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റൈറ്റ്. ഈ റൈറ്റും കൂടി ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർ മെൻഷൻ ചെയ്യേണ്ടത്. ഒന്നുമില്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിൻസിപ്പിൾ പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടോ, നമ്മളെ എൻട്രീസും കാര്യങ്ങളെല്ലാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരമാണോ. മൂന്നാമത് എന്തെങ്കിലും ഫോൾട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അദ്ദേഹം ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കണം. അതിന് ശേഷം നാലാമത്തത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രിപ്പയർ ചെയ്യണം. ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും ഓഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ ടൈപ്സും കാര്യങ്ങളെല്ലാം. ഇതാണ് ജനറൽ ഓഡിറ്റ് പ്രിൻസിപ്പിൾസ്. ഓക്കെ.